ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് ജനുവരി 21 നമ്മുടെ ലാബ് അസിസ്റ്റൻറ്റിന് എക്സാം നടക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ ആകെ ഇനി 10-22 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ 20 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സ് ജനുവരി 1 സ്റ്റാർട്ട് ചെയ്ത് ജനുവരി 20 അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു 20 ദിവസത്തെ ക്രാഷ് കോഴ്സ് നമ്മൾ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. അതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് PSC എൻലൈറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ടെലഗ്രാം ഗ്രൂപ്പ്. ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെയാണ് ടെലഗ്രാം ഗ്രൂപ്പും. അപ്പോൾ ആ ചാനലിൽ ഒരു ദിവസം പഠിക്കാനുള്ള ടൈം ടേബിൾ ഓരോ ദിവസവും തരും. അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ വീഡിയോ ക്ലാസ്സസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ യൂട്യൂബ് ക്ലാസ്സസ് കാണുക, അതിൻ്റെ PDF നോട്ടും ടെലഗ്രാം ചാനലിൽ കൊടുക്കും. പിന്നെ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. അതാണ് നമ്മുടെ ടാർഗറ്റ്. കാരണം സിലബസ് കംപ്ലീറ്റ് ചെയ്യാതെ നമുക്ക് ഈ 100 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ കട്ട് ഓഫിൻ്റെ ഇടയിലും നമുക്ക് ലിസ്റ്റിൽ കട്ട് ഓഫിൻ്റെ ഇടയിൽ പെട്ടാൽ മാത്രം പോരാ, ലിസ്റ്റിൽ നല്ല റാങ്കിൽ വന്നാൽ മാത്രമേ നമുക്കിതിൽ കിട്ടുള്ളൂ. കഴിഞ്ഞ വർഷത്തെ ലാബ് അസിസ്റ്റൻറ്റിന് 63 ആയിരുന്നു കട്ട് ഓഫ്. 63ഉം 66ഉം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് എക്സാമാണ് ഇതിൽ നടക്കുന്നത് ഈ ഒരു ഇതിൽ. അപ്പോൾ അതിൽ ഒന്നിൽ 63ഉം ഒന്നിൽ 66ഉം ആയിരുന്നു കട്ട് ഓഫ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെ എത്തണം. അത് കട്ട് ഓഫേ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ലിസ്റ്റിലും ഒക്കെയുള്ള എത്ര മെയിൻ ലിസ്റ്റിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് ചുരുങ്ങിയത് അത് 2018 നടന്ന എക്സാമാണ്. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം കട്ട് ഓഫ് മാർക്കൊക്കെ ഒരുപാട് ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു 70 എബോവ് വാങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ തന്നെ ഇടം പിടിക്കാനാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 20 ദിവസത്തെ ഒരു തീവ്ര പരിശീലനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് വാസ്റ്റാണ്. അപ്പോൾ ഒരു സിലബസിൽ ഒരു 15ഓളം മൊഡ്യൂളുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് മൊഡ്യൂളൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടി വരും പഠനത്തിൽ. ഞാൻ സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ മുമ്പ് ഞാനൊരു കാര്യം പറയാം. 10-15 മൊഡ്യൂൾ ഉള്ളതിൽ ഒരു ദിവസം ഒരു മൊഡ്യൂൾ, അല്ലെങ്കിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും ഓരോ ടോപ്പിക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ആ ടൈം ടേബിൾ ഞാൻ എന്ത് ചെയ്യും, പിന്നെ നാളെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ദിവസം തന്നെ അത്രയും കാര്യങ്ങൾ പഠിക്കുകയും വേണം. അത്രയും വീഡിയോ ക്ലാസ്സസ് കാണണം. അതിൻ്റെ നോട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. കാരണം നമുക്ക് ഇനിയിപ്പം വീഡിയോ ക്ലാസ്സസ് കാണണം, PDF നോട്ട് വായിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം, ഇനിയിപ്പം ഇതെല്ലാം സിലബസ് നോക്കിയാൽ മനസ്സിലാവും +1 +2 ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് സിലബസിൽ. അപ്പോൾ ഇത് മുഴുവൻ 20 ദിവസം കൊണ്ട് വായിച്ചെടുക്കാനുള്ള സമയം നമ്മുടെ അടുത്തില്ല. അപ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കണമെങ്കിൽ ഇത് കാണലേ നിവൃത്തിയുള്ളൂ. അപ്പം പിന്നെ സമയം കിട്ടുന്നവർ ഈ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും വായിക്കുകയും വേണം കേട്ടോ. അത് നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് സമയക്കുറവ് കൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. എടുക്കുന്ന വീഡിയോ ക്ലാസ്സസ് എല്ലാം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ചെയ്തിട്ടും അതിൽ ഒരു പോയിന്റും വിടാതെയുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇതൊക്കെ കണ്ട് നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്കൊന്ന് സിലബസിലൂടെ ഒന്ന് പോവാം. MLT സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് 50 മാർക്കാണ്. 50 മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അത്ഭുതപ്പെടാൻ പറ്റുന്ന ഒരു ഭാഗവും കൂടിയാണിത്. എന്നുവെച്ചാൽ ഈ മൊഡ്യൂൾ 1ൽ 10 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബേസിക് ലബോറട്ടറി ടെക്നിക്സ് ആണ്. ഇതിലെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള 10 മാർക്കാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ നേടാൻ കഴിയുന്ന ഒരു 10 മാർക്കാണ്. ഓക്കെ, ഈ 10 മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ പഠിച്ച് വാങ്ങാൻ കഴിയും. ഓക്കെ, ഇത്
നമ്മുടെ ഫിസിക്സിനൊക്കെ ആകെ 15 മാർക്കേ ടോട്ടലുള്ളൂ. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് തന്നെ നമുക്ക് ബേസിക് ലബോറട്ടറി ടെക്നിക്സിൻ്റെ 10 മാർക്ക് കിട്ടും. ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ ക്വസ്റ്റ്യൻ വന്നാലുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. കാരണം ബേസിക് ലബോറട്ടറി ടെക്നിക്സിൽ നിന്ന് കഴിഞ്ഞ വർഷം ചോദ്യങ്ങൾ വളരെ അപൂർവമായിരുന്നു. 1-2 വന്നിട്ടുള്ളൂ. ആ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹെഡിങ് പഠിച്ചില്ലെങ്കിലും വേറെ ഹെഡിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു, വേറെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് അത് നോക്കിയില്ലെങ്കിലും പിന്നെ ആ ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് ഒഴിവാക്കിയാലും കിട്ടും എന്നുള്ള രീതിയിലുള്ളതായിരുന്നു കഴിഞ്ഞ വർഷത്തേത്. പക്ഷേ ഈ വർഷം നമുക്ക് എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ബേസിക് ലബോറട്ടറി ടെക്നിക്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ 10 മാർക്ക് എന്തായാലും അടിച്ചെടുക്കാൻ പറ്റും. പിന്നെയുള്ളത് മൊഡ്യൂൾ 2 ആണ്, 13 മാർക്കാണ്. അപ്പോൾ ഈ ബ്ലഡ് ആൻഡ് ഫ്ലെബോട്ടമിയും പിന്നെ ഹെമറ്റോളജിയും, ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഹെമറ്റോളജിയും, ഇത് എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു മൊഡ്യൂൾ പഠിക്കുമ്പോൾ കുറച്ചധികം പഠിക്കാനുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രീൻ്റെ അത്രയൊന്നും എത്തത്തില്ല. MLT എന്ന് പറഞ്ഞുള്ള ഭാഗം പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം അത്രയൊന്നും നമുക്ക് പഠിക്കാനില്ല. ഇതും നമുക്ക് ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ഒരു 1.5 ദിവസം കൊണ്ടെങ്കിലും നമുക്ക് ഈ മൊഡ്യൂൾ തീർക്കാൻ പറ്റും. ഒരു മാക്സിമം ഒരു 5, 6, 7 മണിക്കൂർ ഇരുന്ന് വായിച്ചാൽ മാത്രമേ തീർക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ വായിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മൊഡ്യൂൾ 2 തീർക്കാൻ പറ്റും. ഇത് മാത്രമല്ല, ഇതിൽ നമ്മുടെ എന്ത് വരുന്നുണ്ട്, നമ്മുടെ നമ്മുടെ സുവോളജിയിലെ ബ്ലഡ് സർക്കുലേഷൻ്റെ പാർട്ടും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കാൻ പറ്റും. ഓക്കെ, ബ്ലഡ് സർക്കുലേഷൻ്റെ പാർട്ട് വരുന്നത് ഒരു 10 മാർക്ക് വെച്ചിട്ടാണ് നമ്മുടെ പിന്നെ ഹ്യൂമൻ ആ ഒരു +1 ടെക്സ്റ്റ് ബുക്ക് 10 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം പക്ഷേ അതിലെ ഒരു ചാപ്റ്റർ നമുക്ക് ഇതിലൂടെ തന്നെ പഠിച്ചു പോകാൻ പറ്റും. പിന്നെയുള്ളത് മൊഡ്യൂൾ 3 ആണ്, ക്ലിനിക്കൽ പാത്തോളജിയും ബയോ കെമിസ്ട്രിയും. ഈ ബയോ കെമിസ്ട്രിയൊക്കെ നമുക്ക് നോക്കുമ്പോൾ കുറച്ച് കെമിസ്ട്രീൻ്റെ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഇതിൽ കാണാം കേട്ടോ. അപ്പോൾ ഈ കെമിസ്ട്രീൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഇതിൽ വരുമ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കെമിസ്ട്രീൻ്റെ ചില ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നാം. ഓക്കെ, ഇതും ഒരുപാടൊന്നും പഠിക്കാനില്ല, ടെക്സ്റ്റ് ബുക്കിൽ വളരെ കുറഞ്ഞ ഭാഗമേ ഉള്ളൂ. മൈക്രോബയോളജിയും അതെ, അത്ര കുറഞ്ഞ ഭാഗം, ഒരുപാട് പഠിക്കാനില്ല. പഠിക്കാനുണ്ട് കമ്പയർഡ് ടു എന്താ പറയുക, ഫിസിക്സ് കെമിസ്ട്രി ബയോ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇത് കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ടെക്സ്റ്റാണ് ഈ MLTയിൽ ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞ് ടെക്സ്റ്റ് ബുക്കാണ്. ഈ കുഞ്ഞ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 150 പേജോ 200 പേജ് എങ്ങാനേ ഉള്ളൂ. ആ 200 പേജ് കംപ്ലീറ്റ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് 50 മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ MLT പേടിച്ച് നിൽക്കുന്നവരോട് പ്രത്യേകം പറയാനുള്ള കാര്യം എന്താണ്, അത്രയും പഠിച്ചാൽ നമുക്ക് 50 മാർക്ക് സ്കോർ ചെയ്യാം. ഫിസിക്സ് കെമിസ്ട്രി ബയോ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഉള്ള കംപ്ലീറ്റ് പുസ്തകമാണ്. അത് മുഴുവനായിട്ട് മൊഡ്യൂൾ നമ്മൾ പറയുമ്പോൾ കുറഞ്ഞതേ ഉള്ളൂ എന്ന് നമുക്ക് കാണുമ്പോൾ തോന്നും. കാണുമ്പോൾ നമുക്ക് വിചാരിക്കും MLT ആണ് ഒരുപാടുള്ളതെന്ന്. അല്ല, പഠിക്കാൻ ഒരുപാടുള്ളത് ഫിസിക്സ് ബയോ കെമിസ്ട്രിയാണ്. അപ്പം അത് സൂക്ഷിക്കുക. അതുകൊണ്ട് തന്നെ MLTയിൽ കുറച്ചും കൂടെ സ്ട്രെസ്സ് കൊടുക്കുക. പക്ഷെ വേറൊന്നും കൂടെ ഉണ്ട്, പക്ഷേ മറ്റേത് നമുക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് ഫിസിക്സ് ബയോ കെമിസ്ട്രി. MLTക്കാർക്കും അറിയായിരിക്കും, അല്ലാതെ സാധാ സയൻസ് പഠിച്ചവർക്കും അറിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം നമ്മൾ ഒരിക്കലും വിട്ടുകളയാനും പാടില്ല. അപ്പോൾ അടുത്തത് ഫിസിക്സിൻ്റെ നമ്മൾ പറഞ്ഞ മൊഡ്യൂൾ 1 ആണ്. അതിനാകെ 4 മാർക്കേ ഉള്ളൂ. ഈ 4 മാർക്കിന് 4 ചാപ്റ്റേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 4 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയർ ടെക്സ്റ്റ് ബുക്കിൻ്റെ പകുതി ഭാഗത്തോളം എത്തും. അപ്പോൾ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് കുറച്ച് നോക്കണം. ഒരുപാടൊന്നും വേണ്ട, എല്ലാത്തിനും ഓരോ ഒരു കുഞ്ഞു പ്രോബ്ലം എങ്കിലും നമുക്ക് ഇതിൽ നിന്ന് പഠിക്കണം. പിന്നെ അത് മൊഡ്യൂൾ 2 മെക്കാനിക്സ് ഓഫ് സോളിഡ് ആൻഡ് ഫ്ലൂയിഡ്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, ഓസിലേഷൻ ആൻഡ് വേവ്സ്. ഇതെന്ന് പറയുന്നത് ബാക്കി വരുന്ന ഫിസിക്സിൻ്റെ ഫസ്റ്റ് ഇയറിലെ ബാക്കി ഭാഗമാണ്. അതിനാകെ 3 മാർക്കേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് ഏതാ, നമ്മുടെ സെക്കൻഡ് ഇയറിലുള്ളതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സും ഇലക്ട്രോഡൈനാമിക്സും. ഇതിലൊക്കെ ആകെ 4 മാർക്കേ ഉള്ളൂ. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ നോക്കുക MLT ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. നാലാമത്തിൽ റേ ആൻഡ് വേവ് ഒപ്റ്റിക്സ്. ശരിക്കും ഇത് മുഴുവനായിട്ട് നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ ഒരു വലിയൊരു
വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് തന്നെയാണ് ഫിസിക്സും കെമിസ്ട്രിയും എന്ന് വന്നിരിക്കുന്നത്. പിന്നെയും കുറച്ചും കൂടെ കുറവ് ബയോയാണ്. അപ്പം കുറവ് എന്നല്ല, എല്ലാം പറഞ്ഞിട്ടുണ്ട്, എന്നാലും നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് തോന്നുന്നത് ബയോ ആണ്. പിന്നെ ഉള്ളത് മൊഡ്യൂൾ 3 കെമിസ്ട്രിയാണ്. കെമിസ്ട്രി ഫിസിക്കൽ കെമിസ്ട്രിക്ക് 5 മാർക്ക്, ഇനോർഗാനിക് കെമിസ്ട്രി 5 മാർക്ക്, ഓർഗാനിക് കെമിസ്ട്രി 5 മാർക്ക്. ഇത് ഒരു ഹെഡിങ് മാത്രം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഇനോർഗാനിക് കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയറിലെ മുഴുവൻ ചാപ്റ്റേഴ്സ് ആണ്. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ആണ്. അതിനെ ഒരു സിമ്പിൾ ഹെഡിങ് മാത്രം കൊടുത്തു എന്നേ ഉള്ളൂ. ബോട്ടണി ആണെങ്കിൽ നമുക്ക് മനസ്സിലായി സെൽ സ്ട്രക്ചറും ഫംഗ്ഷനും, പിന്നെ സെൽ സ്ട്രക്ചർ അത് ചെറിയൊരു മൊഡ്യൂളാണ്. ഓക്കെ, 2 മാർക്കേ അതിനുള്ളൂ. പിന്നെ റീപ്രൊഡക്ഷൻ അത് കുറച്ചൊരു വലുതാണ്. കമ്പയർഡ് ടു ബാക്കി എല്ലാത്തിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബോട്ടണിയിൽ നമുക്ക് പഠിക്കാൻ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റ് ഫിസിക്സിനൊക്കെ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ 1 ദിവസം 1.5 ദിവസം എടുത്തേക്കാം. പക്ഷേ ബോട്ടണിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ പഠിക്കാം. പിന്നെ ബയോടെക്നോളജിയും എക്കോളജിയും ഒരുമിച്ച് പഠിക്കാം. അത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. ഒരുപാട് പഠിക്കാനില്ലാത്ത ഭാഗമാണ് ഈ ബോട്ടണി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ 5, 10, 15 മൊഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് വേഗം അതുപോലെ തീർക്കാൻ കഴിയും. ഒരു ദിവസം കൊണ്ട് ഓരോ മൊഡ്യൂൾ, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു മൊഡ്യൂളാണ് 2 മൊഡ്യൂൾ വെച്ചിട്ട് നമുക്ക് തീർക്കാം. സുവോളജിയിൽ ഹ്യൂമൻ ഫിസിയോളജീൻ്റെത് ഞാൻ പറഞ്ഞിരുന്നു. ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് ബ്ലഡിൻ്റെത് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അത് പഠിച്ചു പോവും. പിന്നെ ആ ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ ബാക്കി വരുന്ന കുറച്ചധികം ചാപ്റ്റേഴ്സ്, ഒരു 5-6 ചാപ്റ്റർ ഉണ്ട് ഹ്യൂമൻ ഫിസിയോളജിയിൽ. പിന്നെ ജെനറ്റിക്സ് ചെറിയ പോർഷൻ എന്ന് പറയുന്നില്ല, മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ ജെനറ്റിക്സ് ചെറിയ ഭാഗമാണ്. പിന്നെ ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയറും ആനിമൽ കിങ്ഡം ചെറിയ പോർഷനാണ്. പക്ഷേ മാർക്ക് നന്നായി വരാനും നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് ആനിമൽ കിങ്ഡം. അപ്പം ഇത്രയാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഈ സിലബസിൽ നിങ്ങൾക്കിപ്പം എണ്ണി നോക്കിയാൽ മനസ്സിലാവും. ആകെ ഒരു 10 ഓരോന്നിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MLTയിൽ ഒരു 4 മൊഡ്യൂള്, ഫിസിക്സിൽ ഒരു 5 മൊഡ്യൂള്, കെമിസ്ട്രിയിൽ ഒരു 4 മൊഡ്യൂള്, അങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15 മൊഡ്യൂളൊക്കെ വരുള്ളൂ. അപ്പോൾ ഈ നമുക്ക് 20 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഈ 15 മൊഡ്യൂളുകൾ നമ്മൾ മുഴുവനായിട്ട് ഓരോ ദിവസം ഓരോ മൊഡ്യൂളിൻ്റെ അത്രയും പോർഷൻസ് എല്ലാം ഒരു ദിവസം ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യണമെന്നല്ല, ഏകദേശം ഒരു മൊഡ്യൂളോളം പഠിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുക. പിന്നെ അതിന് എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഇതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പം ഞാൻ ബേസിക് ടെക്നിക്സ് നമ്മുടെ MLTയിലെ ബേസിക് ലബോറട്ടറി ടെക്നിക്സിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് കാണുക. അതിൻ്റെ ന്യൂ പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇട്ടിട്ടുണ്ട്. അതുപോലെ സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന മൊഡ്യൂളുകളുടെ ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇടും. അപ്പോൾ അതൊരു മോക്ക് ടെസ്റ്റ് പോലെ നടത്താൻ കഴിയില്ല. കാരണം മോക്ക് ടെസ്റ്റ് ആയിട്ട് നടത്താൻ നമുക്ക് കുറച്ചധികം പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് നമ്മളെ ടെലഗ്രാം ചാനലിലിട്ട് അത് അല്ലെങ്കിൽ ഒരു ബൂട്ട് വഴി നമ്മളൊരു എക്സാം നടത്തുക, അതിനുള്ളത് എനിക്ക് കഴിയില്ല. ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒരു വീഡിയോ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, അത് യൂട്യൂബ് ചാനലിലിടാം. അപ്പോൾ ഓരോന്നും നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ആ വീഡിയോയിലൂടെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതും എല്ലാത്തിനും ഉണ്ടാവുമെന്ന് ഞാൻ പറയില്ല, കാരണം നമുക്ക് 20 ദിവസമേ ഉള്ളൂ. അപ്പം ആകെ ഒരു മൊഡ്യൂളിൻ്റെ മാത്രമേ നമ്മൾ വീഡിയോസ് ചെയ്തതുള്ളൂ. ബാക്കി 14 മൊഡ്യൂളുകൾ മുഴുവനായിട്ട് കിടക്കുവാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ സെഷൻ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, എന്തും പറയാൻ മോക്ക് ടെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഓരോ ദിവസത്തെയും അപ്ലോഡ് ചെയ്ത് അതിൻ്റെ സമയം നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മോക്ക് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് അത് ഇടാൻ കഴിയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും മോക്ക് ടെസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കില്ല. പക്ഷേ 15 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസം ഇടവിട്ടിട്ട് 5 ദിവസത്തെ റിവിഷൻ നമുക്ക് നടത്താം. 5 ദിവസം കൊണ്ട് റിവിഷൻ നടത്താം ഇടയ്ക്ക്. ആ സമയത്ത് എന്ത് ചെയ്യാം, ഈ റിവിഷൻ്റെ ടൈമിൽ ഞാൻ എന്ത് ചെയ്യാം,
ക്വസ്റ്റ്യൻസ് അതുവരെ കഴിഞ്ഞതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇട്ട് തരാം. അപ്പോൾ ഇത്രയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിന് താല്പര്യമുള്ള എല്ലാവരും ജോയിൻ ചെയ്യുക. പിന്നെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലും ജോയിൻ ചെയ്യുക. എന്നിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. കാരണം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് പഠിക്കാം. ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക. ഞാൻ യൂട്യൂബിൽ ഫസ്റ്റാണ്, കുറച്ച് ദിവസമായിട്ടുള്ള ഒരു 4 ദിവസമായിട്ടുള്ളൂ ഞാൻ യൂട്യൂബിൽ വന്നിട്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് തെറ്റും ഇതൊക്കെ ഉണ്ടാവും. ഒരുപാട് എഡിറ്റിങ്ങിനൊന്നും ഞാൻ സമയം കളയുന്നില്ല. നമുക്ക് അതിനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പിന്നെ ഒരുപാട് പ്രോബ്ലംസും ഇതിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമുക്ക് മാറ്റാൻ കഴിയുന്നത്രത്തോളം ഞാൻ മാറ്റും. എനിക്ക് ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, അങ്ങനെ യൂണിവേഴ്സിറ്റി LGS ഒക്കെ ഉണ്ട്, എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ക്രാഷ് കോഴ്സ് പെട്ടെന്ന് തുടങ്ങാം. ഇതിപ്പം വൈകിപ്പോയി നമ്മൾ ഒരുപാട്. എന്നാൽ മറ്റേതിനൊക്കെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്രാഷ് കോഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.